അതായി പറയട്ടെ, ഇദ്ദേഹത്തിന്റെ കക്ഷികളും പറയുന്ന സാക്ഷാൽ കളവുകൾ. ഇതല്ലാതെ ഈ കേരളത്തിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എന്ത് സേവനമാണ് ഈ കക്ഷികൾ ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം, കേട്ടോളൂ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ 34-ാം നമ്പറായി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസാ. 4 കാര്യം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അവൻ സാക്ഷാൽ മുനാഫിഖാൻ. ഒന്നാമത്തത് ഇദതുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്നതാണ്. രണ്ടാമത്തത് വൈദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളം പറയുക എന്നതാണ്. മൂന്നാമത്തത് വൈദാ ആഹദ ഗദറ, അതേ ഉടമ്പടി ചെയ്താൽ, കരാറ് ചെയ്താൽ ലംഘിക്കുക എന്നതാണ്. നാലാമത്തത് വൈദാ ഖാസമ ഫജറ, തെറ്റിയാൽ തോന്നിവാസം പറയുക എന്നതാണ്. ഈ 4 ലക്ഷണങ്ങളും ഒരുപോലെ ഒത്തിണങ്ങിയ കുറെ ആളുകൾ സമസ്തയുടെ പേരും സുന്നിയുടെ പേരും അവരെന്തിനു പറയണം? ഇതേ മനുഷ്യൻ ആ സീഡിയിൽ തന്നെ പറയുന്ന കളവ്, ആ കളവ് കേട്ടപ്പോ ഞാൻ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകളെ വിളിച്ചു. ഉസ്താദ് അവറുകളോട് ഞാൻ ചോദിച്ചപ്പോ ഉസ്താദ് പൊട്ടിച്ചിരിയും. അത് നിങ്ങൾ കേട്ടോളി, അപ്പൊ നിങ്ങളോടും ചിരിച്ചു. അതെന്ന് വെച്ചു. കഴിഞ്ഞ ദിവസം മാന്യൻ AP അബൂബക്കർ മുസ്ലിയാർ അഹമ്മദ് ഹസ്രജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥലത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർക്ക് ഒരു സന്ദർശിക്കേണ്ട ആവശ്യം വന്നു. അഹമ്മദ് ഹസ്രജിയെ ചെന്നുകൊണ്ട് ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് അഹമ്മദ് ഹസ്രജി പറഞ്ഞു, ഞാൻ ഈ കാന്തപുരത്തിൻ്റെ കുടുക്കിൽ പെട്ടുപോയതാണ്, കാന്തപുരം എന്നെ കുടുക്കിയതാണ്, ഞാൻ അയാളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിപ്പോയതാണ്, എനിക്കൊന്ന് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു, ഏതാണ് അതിൻ്റെ വഴിയെന്ന്. അത് മനസ്സിലാക്കിയ കാന്തപുരം ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാരെ വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ഇത് നാട്ടിൽ ചെന്നുകൊണ്ട് പറയരുത്, എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്നാണ്. ആദരണീയനായ ഹംസക്കുട്ടി മുസ്ലിയാർ തന്നെ ആ കാര്യം പിന്നീട് ഒരിക്കൽ നമ്മോട് പറയാനിരിക്കുകയുമാണ്. സുഹൃത്തുക്കളെ, ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ ഹംസക്കുട്ടി മുസ്ലിയാരെ കണ്ടിരുന്നോ? ഉസ്താദ് പറഞ്ഞു, എനിക്കെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഉസ്താദിനോട് ഞാൻ ചോദിക്കൽ തന്നെയാണ്. അങ്ങനെ ഞാൻ ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, ആ ഞാൻ കണ്ടിരുന്നു, റമദാനിൽ കണ്ടിരുന്നു. എവിടുന്ന് കണ്ടു? യൂസുഫ് അലി സാഹിബിന്റെ വീട്ടിൽ നിന്ന് കണ്ടു. അവിടെ ഞാനും ഉണ്ടായിരുന്നല്ലോ. അതെ, നമ്മളെ കണ്ട തന്നെ. പിന്നൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹംസക്കുട്ടി മുസ്ലിയാരെ വിളിച്ചു. ഹംസക്കുട്ടി മുസ്ലിയാർ, ഞാനും അദ്ദേഹവും ഈ വർഷം അബുദാബിയിൽ ഗവൺമെന്റ് ഗസ്റ്റായി അവിടെ റമദാനിൽ പ്രസംഗിക്കാൻ പോയ 2 ആളുകളാണ്. എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. അങ്ങനെ ഹംസക്കുട്ടി മുസ്ലിയാരെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്ന് മാത്രമല്ല, ഈ SKയുടെ നേതാവിന്റെ വാചകം ഞാൻ അദ്ദേഹത്തിന് ഫോണിൽ കേൾപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അന്താളിച്ചു പോയി. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹംസക്കുട്ടി മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കണ്യത്ത് ഉസ്താദാണെങ്കിൽ ഇപ്പൊ പോയി ചോദിക്കാൻ കഴിയില്ല, വഫാത്തായി പോയിരിക്കുന്നു. EK ഉസ്താദാണെങ്കിൽ വഫാത്തായി പോയിരിക്കുന്നു. ഇത് ഹംസക്കുട്ടി മുസ്ലിയാരാണ്, അയാൾ ഞങ്ങളെ സംഘടനയിൽപ്പെട്ട ആളല്ല. വിളിച്ചു ചോദിക്കൂ നിങ്ങൾ ആരെങ്കിലും. ഹംസക്കുട്ടി മുസ്ലിയാരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കാന്തപുരം ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, ഞാൻ ഹസ്രജിയെ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാനും ഹസ്രജിയും തമ്മിൽ എന്ത് സംസാരിച്ചു, അതുപോലെ ഞാനും കാന്തപുരം ഉസ്താദും തമ്മിൽ എന്ത് സംസാരിച്ചു. അങ്ങനെ ഒരു വിവരം ഞാൻ ലോകത്തൊരാളോടും പറഞ്ഞിട്ടില്ല, ഇനി പറയുകയും ഇല്ല. ഹംസക്കുട്ടി മുസ്ലിയാർ പറഞ്ഞത് അങ്ങനെ. ഇനി ആ ഹംസക്കുട്ടി മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതാണോ കളവ്, അല്ലെങ്കിൽ ഇവരെ CD യിൽ പറഞ്ഞതാണോ കളവ്? കളവ് നമ്പർ 1 ഓരോന്നോരോന്ന് എഴുതി വെച്ചു. ഇവരെ